അതെ, നമുക്കിന്ന് ഒരു ഗോതമ്പ് പൊടി കൊണ്ടൊരു നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു പാൻ അടുപ്പേ വെച്ചു. അതിനകത്തേക്ക് നമുക്കൊരു 2 കപ്പ് ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി, സാധാ നമ്മുടെ ചപ്പാത്തി ആട്ടപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി ഓവറായിട്ട് ചൂടാകണ്ട, എന്നാൽ ഒരു ജസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ അതിൻ്റെ ആ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ പശപ്പൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി അങ്ങ് തണുക്കാനായിട്ട് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്കകത്ത് വെക്കാനായിട്ടൊരു കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു 100 ഗ്രാം ശർക്കരപ്പാനി ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ശർക്കരപ്പാനിയും നമ്മുടെ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം. അതിനകത്തേക്ക് 1 ടീസ്പൂണ് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ശർക്കരപ്പാനിയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അതിനകത്തേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം, മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്കുള്ള ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊഴുക്കട്ടയ്ക്ക് ഉള്ള രീതിക്ക് നമുക്കൊന്ന് ചപ്പാത്തിയുടെയൊക്കെ മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം വെള്ളം ഒഴിച്ചൊന്ന് ചൂടാകാൻ വെച്ചതിന് ശേഷം നമുക്ക് കൊഴുക്കട്ട ഓരോന്നോരോന്ന് ചെറിയ ഉരുളകളാക്കി നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് തന്നെ പരത്തി അതിനകത്തേക്ക് നമ്മുടെ ഈ കൂട്ടും കൂടെ വെച്ച് നന്നായിട്ട് ഉരുട്ടി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് നമ്മുടെ ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണാം. നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് കൊഴുക്കട്ട കിട്ടും, നല്ല അടിപൊളിയാണ്. നമുക്ക് അരിപ്പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നവർക്ക് നെഞ്ചൊക്കെ എരിയല്ലേ, ഇതങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ നേടിയ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഓരോന്നോരോന്നും ആക്കി നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാവേ. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇതേ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ വീറ്റ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സി യു.